Hello, good morning. So, here afterwards, we'll stick on to this policy. കാരണം കഴിഞ്ഞ ക്ലാസ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ ലോഗിൻ ചെയ്ത് ഇവിടെ കാണും. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് അപ്പോൾ വന്ന് ഓൺലൈനിൽ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത പോർഷൻസ്. ഓക്കെ, സോ ഹിയർ 3 more minutes to start our session. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്തായിരുന്നു? ലാസ്റ്റ് ക്ലാസ്സിൽ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ. സോ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. നിർമ്മൽ, ഞാൻ ക്ലാസ്സിലാണ്, ക്ലാസ് കഴിഞ്ഞ് വിളിക്കാം നിർമ്മൽ. സോ അങ്ങനെ ആരുമില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ പോർഷൻസ് ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്യാൻ പറഞ്ഞല്ലോ, ചെയ്തു എല്ലാവരും? ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പൊ ചോദിക്കാം, നമുക്ക് വേണമെങ്കിൽ അത് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം ബിഫോർ സ്റ്റാർട്ടിങ് ടുഡേയ്സ് സെഷൻ. ഉള്ളവർ ചോദിച്ചോളൂ. ആഹാ, വിഷ്ണു, ഇങ്ങനെ ഒരാളെ കാണാനേ ഇല്ലായിരുന്നല്ലോ. അവിടെ ഉണ്ടോ ഇപ്പോ? വിഷ്ണു കെ വി. വിഷ്ണു, മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യൂ മൈക്ക്, എന്നിട്ടൊന്ന് സംസാരിക്കൂ. ആളില്ല. അതുപോലെ ധ്യാനും ഇല്ലേ അവിടെ? ഹലോ. ധ്യാനെ അധികം കാണാറില്ലല്ലോ ധ്യാൻ ക്ലാസ്സില്. എന്താണ് കാര്യം? ഹലോ ധ്യാൻ, പറയ്, എന്താ കാര്യം? അധികം ക്ലാസ്സിൽ കാണാറില്ല. ഉണ്ടാവാറില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല. അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നുമില്ല. ഇല്ല, കാരണമൊന്നുമില്ല, നെറ്റ് കുറവാ. ഓക്കെ ഓക്കെ, ശരി. Okay, now so it's 11:30. We'll start today's session. Okay. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റർ ഡൗട്ട് ഒന്നും ഇല്ല, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ഒരു സ്ഥിരം പോളിസി ഞാൻ പറഞ്ഞല്ലോ, ബിഫോർ ക്ലാസ്സിന് 10 മിനിറ്റ് മുമ്പ് തന്നെ ലോഗിൻ ചെയ്ത് ഞാനിവിടെ കാണും. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് അപ്പോൾ വരാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ദെൻ ഒരു ഫ്ലിപ്ഡ് ക്ലാസ് റൂം പേർപ്പസിന് വേണ്ടി, ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. അങ്ങനെ അതിനു വേണ്ടി ചെറിയ ചെറിയ ടോപ്പിക്സ് നിങ്ങൾക്ക് ഞാൻ തരും. അത് നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് പറയണം. ഓക്കെ, അങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും പ്രസന്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 4-5 പേരോട് അവരുടെ ഓപ്ഷൻ പ്രസന്റ് ചെയ്യാമല്ലേ എന്ന ഓപ്ഷൻ ചോദിച്ചിട്ട് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അവരാരും വഴിക്ക് കണ്ടില്ല. അപ്പൊ അവരുടെ ആ ചാൻസ് പോയി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രസന്റ് ചെയ്തില്ലെങ്കിൽ ഈ ഫ്ലിപ്ഡ് ക്ലാസ് റൂം ഇതിനെല്ലാം ഇവാലുവേഷനിൽ ഓരോ വെയിറ്റേജ് അല്ലെങ്കിൽ മാർക്കുകളുണ്ട്. അതൊക്കെ അനുസരിച്ചായിരിക്കും അവസാനം മാർക്ക് ഇടുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും എന്തെങ്കിലും അസൗകര്യമുള്ളവരെ എന്നെ ഒട്ട് അറിയിച്ചുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്പെസിഫിക് പറ്റുന്നില്ല ഒരു ദിവസമെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യാമല്ലോ, അതും പറ്റുന്നില്ല. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ കാരണം ഞാൻ ഒരു ടോപ്പിക് 2 പേർക്ക് തരാം, 2 പേരുടെ ഒരു ഗ്രൂപ്പിന് തരാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു പരസ്പരം ഡിസ്കഷനും ആയല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരെണ്ണം ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ. ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ എന്ന് വെച്ചാൽ ബൈനറി അരിത്തമെറ്റിക്, ബൈനറി അഡീഷൻ ചെയ്യുന്ന സർക്യൂട്ടാണ്. ഇത് നിങ്ങൾക്ക് ഏത് റെഫറൻസ് ബുക്കിൽ നോക്കിയാലും അല്ലെങ്കിൽ ഏത് ഈവൻ റെഡിമെയ്ഡ് കുറെ സ്ലൈഡ്സ് പോലെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ അത് ആർക്കൊക്കെ എടുക്കാം? ആരെങ്കിലും വോളണ്ടിയർ ചെയ്യൂ. അപ്പൊ പിന്നെ കാരണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഇങ്ങനെ എടുക്കേണ്ടി വരും. കാരണം എല്ലാവർക്കും ഞാൻ അലോട്ട് ചെയ്യും, അതിന് മാർക്കുണ്ട്. കാരണം ഫ്ലിപ്ഡ് ക്ലാസ് റൂം കൺസെപ്റ്റിൽ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, അതുകൊണ്ടാണ്.
സോ ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ എടുക്കാൻ 2 പേര് നിങ്ങൾ തമ്മിൽ 2 പേരുടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരാളെയും കൂടെ കൂട്ടി 2 പേരുടെ ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ മതി. അങ്ങനെ ഇന്ന് ഞാൻ 4 ടോപ്പിക്സ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ 8 പേര് 4 ഗ്രൂപ്പ് 8 പേരുടെ 4 ഗ്രൂപ്പ് വോളണ്ടിയർ ചെയ്താൽ നല്ലത്. വോളണ്ടിയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് അസൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ വോളണ്ടിയർ ചെയ്യാൻ റെഡി ആയവർ പറഞ്ഞോളൂ. ഒരു മേ ബി ഒരു 4-5 സ്ലൈഡൊക്കെ മതിയാവും. 5 പോലും ഇല്ല കേട്ടോ, ഹാഫ് ആഡർ ഫുൾ ആഡർ എന്നൊക്കെ. ഈവൻ മാക്സിമം 4 സ്ലൈഡ് അങ്ങനെയൊക്കെ വരുള്ളൂ. 4 സ്ലൈഡിൽ അതിന്റെ ട്രൂത്ത് ടേബിൾ ഡയഗ്രാം വെച്ചിട്ട് അതിന്റെ ഫങ്ഷൻ പറയുക. ദാറ്റ്സ് ഓൾ. സോൾവ് അരിത്തമെറ്റിക് സർക്യൂട്ട്സ്. എനിബഡി? യെസ്, ഹൃദുൽ ഒരാള്. ഹൃദുലിന്റെ നമ്പർ പറയൂ. ഹൃദുലും ഷ്യാമിലും. ഓക്കെ. ഹൃദുൽ ഒന്ന് റോൾ നമ്പർ പറഞ്ഞേ. ഓക്കെ, ഹൃദുൽ ഒന്ന് അതിൽ ഒരു മിനിറ്റ് ഞാൻ എഴുതിക്കോട്ടെ. ഹൃദുൽ റോൾ നമ്പർ 24 and 40. ഓക്കെ, താങ്ക് യു. 24 and 40. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ എല്ലാവരും 24 and 40 എടുക്കുന്നത് ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ ആണ്. എന്നെടുക്കാൻ പറ്റും? അത് നിങ്ങൾക്ക് ഫ്രൈഡേ പറ്റുമോ? ഓക്കെ, ഞാൻ ആദ്യം ഇത് ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ 24 and 40. പിന്നെ അതുൽ പറഞ്ഞിരുന്നല്ലോ, അതുൽ ഒന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ ശരി. ഹാഫ് സബ്ട്രാക്ടർ ആൻഡ് ഫുൾ സബ്ട്രാക്ടർ, ഇതുപോലെ സബ്ട്രാക്ടർ അതുൽ പറഞ്ഞിരുന്നല്ലോ. അതുൽ കൂടെ ആരെയാ വേണ്ടത് പറയും. ഹാഫ് സബ്ട്രാക്ടർ ആൻഡ് ഫുൾ സബ്ട്രാക്ടർ ആർക്കെടുക്കാം? ഇതുപോലെ 2 പേര് വോളണ്ടിയർ ചെയ്യൂ. ഇതും ഷാഹിർ. ഓക്കെ, ഷാഹിർ കൂടെ ആരെ വേണം? ഷാഹിറിന്റെ കൂടെ ആര് പ്രസന്റ് ചെയ്യും? ഷാഹിറിന്റെ നമ്പർ പറയേ ഒന്ന്, റോൾ നമ്പറും കൂടെ ഒന്ന് എഴുതി. ഷാഹിർ, അതുലും ഷാഹിറും കൂടെ 39ഉം അതുലിന്റെ നമ്പർ 39. ഓക്കെ, 17 and 39 will take half subtractor and full subtractor. It's very good. കാരണം വോളണ്ടിയർ ചെയ്തല്ലോ, അത് നല്ല കാര്യം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ പുറകോട്ട് വലിയല്ലേ, നമ്മൾ അത് ഏറ്റെടുത്ത് ചെയ്താലല്ലേ നമുക്ക്. പിന്നെ ഇത് അത്രയൊന്നും ഇല്ല, ഒരു 4 സ്ലൈഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതാണ് ഇതിന്റെ ഡയഗ്രാം, ഇത് ട്രൂത്ത് ടേബിൾ, ഇത് ഇങ്ങനെ വർക്ക് ചെയ്യും, അതുപോലെ പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി BCD ആഡർ, അതും ഇതുപോലെ ഒരു ഡയഗ്രാം. ഈവൻ ഇത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓൾറെഡി ഇതൊക്കെ വെരി കോമൺ ബേസിക് ടോപ്പിക്സ് ആണ്. ഇഷ്ടംപോലെ സ്ലൈഡ്സ് കിട്ടും. അതും ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കി, ഓ ഇത് കൊള്ളാം എന്ന് പറഞ്ഞാൽ ആ സ്ലൈഡ് എടുക്കുക മാത്രമേ അധികം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയ നിങ്ങളുടേതായ ഒരു ചെറിയ ഇൻപുട്ട്. BCD ആഡർ ആണ് അടുത്ത ടോപ്പിക്. വേറെ ഇതുപോലെ 2 പേര് വോളണ്ടിയർ ചെയ്യൂ. BCD ആഡർ 4 പേര് ചെയ്തില്ലേ, ഒന്ന് വോളണ്ടിയർ ചെയ്യേ. അപ്പൊ അത് കണ്ട് ബാക്കിയുള്ളവരും കൂടെ എടുക്കട്ടെ. പറയൂ. ഇനിയുള്ള 2 ടോപ്പിക്, ഒന്ന് BCD ആഡർ, മറ്റത് സീരിയൽ ആൻഡ് പാരലൽ ആഡേഴ്സ്. അത് രണ്ടുമാണ്. അതെടുക്കാൻ 4 പേര് വേണം. ഓക്കെ, നിങ്ങളൊന്ന് 4 പേര് തന്നെ 2 ടീം വേണം. അപ്പൊ ഞാൻ ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഒന്നും കൂടി ചോദിക്കാം. നിങ്ങൾ ടീം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയൂ, അല്ലെങ്കിൽ ഞാൻ അസൈൻ ചെയ്യും കേട്ടോ. ഓക്കെ, 2 ടീമും കൂടെ എനിക്ക് വേണം. ഓക്കെ, അസൈൻ ചെയ്താൽ നിങ്ങൾ തന്നെ അതൊന്ന് വോളണ്ടിയർ ചെയ്താൽ നല്ലത്. ബാക്കിയുള്ള കാരണം ഒന്ന് മുമ്പോട്ട് വരൂ. എന്ത് ഗ്രൂപ്പിനും മുമ്പോട്ട് വരുന്നത് നല്ലത് തന്നെയല്ലേ. മുമ്പോട്ട് വരൂ കേട്ടോ. ധൈര്യം, അത്രയ്ക്ക് ധൈര്യത്തിന്റെ ഒന്നും കാര്യമില്ല. നമ്മൾ തന്നെയല്ലേ, ക്ലാസ്മേറ്റ്സ് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ചെറിയ ടോപ്പിക്സ് ആണ്, വളരെ കുറച്ച് പറയാനുണ്ടാവുള്ളൂ. മേ ബി ഒരു 5 to 6 minutes മാക്സിമം, അത്രമേ പറയാനുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന്, ഞാൻ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഒന്നും കൂടി ചോദിക്കും, അപ്പൊ പറയൂ കേട്ടോ, വോളണ്ടിയർ. സോ ടുഡേ വിൽ ഗോ ടു, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇനി തൊട്ട് നമ്മുടെ ഒരു റെഗുലർ പോളിസി, ഒരു ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ 10 മിനിറ്റ് മുമ്പേ ലോഗിൻ ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർ, കഴിഞ്ഞ ക്ലാസ് പ്രീവിയസ് ക്ലാസ്സിലെ ഡൗട്ട്സ് ഉള്ളവർ ആ സമയത്ത് വന്ന്, എന്നാൽ നമുക്ക് ഒരു പേഴ്സണൽ ഡിസ്കഷൻ പോസിബിൾ ആണ്. അല്ലാതെ തന്നെ ഞാൻ പറയാറുണ്ട്, എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാനത് റിപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് പേര്, ഒരു 4-5 പേരൊക്കെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മെസ്സേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മടിയുള്ളവർക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിച്ച് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പേ ലോഗിൻ ചെയ്ത് ഞാനിവിടെ ഉണ്ടാവും.
നിങ്ങൾ ഇങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്പോൾ കെയർ ചെയ്യാൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വിൽ ഗോ ടു ടുഡേ സെഷൻ. ടുഡേ okay, we are going for today's topic is multiplexers and demultiplexers. So in module 3 we are dealing with, or we are studying, combinational circuits. And what are combinational circuits? It is a main classification of digital circuits. So broadly, digital circuits are classified into two groups: combinational circuits and sequential circuits. In combinational circuits, the output at any instant of time depends on the present input only. There is no memory. Output at any instant of time depends on the present input of present inputs. So multiplexer is a type of combinational circuit. Then what is a mux? A multiplexer or mux is a device that allows digital information from several sources to be routed onto a single line for transmission over that line to a common destination. The basic multiplexers has several data input lines and a single output line. It also has data select inputs which permit digital data on any one of the inputs to be switched to the output line. So this is a mux. Mux is actually, what is a mux? ഇവിടെ പറഞ്ഞു, നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഇവിടെ എന്താണ് മക്സ്? മക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ സ്വിച്ച് പോലാണ്. ഡിജിറ്റൽ സ്വിച്ച്, ആ സ്വിച്ചിന് ഓക്കെ, ഡിജിറ്റൽ സ്വിച്ച്, it has many input lines and these input lines are routed to one output. And how these signals are routed? There is a connection switch which will connect the output and any one of the input at a time. At a time, ഒരു ഇൻപുട്ട് മാത്രമേ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ആവുമായിരിക്കൂ. അത് ഏത് ഇൻപുട്ട് ആണ് എന്ന് തീരുമാനിക്കുന്നത് ഈ സെലക്ട് ലൈൻസ് ആണ്. So mux is a many to one. So select one input from many to the output. At a time, ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രമേ ഔട്ട്പുട്ടിൽ വരൂ. അത് ഏത് ഇൻപുട്ട് ആണ് എന്ന് തീരുമാനിക്കുന്നത് ഈ സെലക്ട് ലൈൻസ് ആണ്. ഓക്കെ, സെലക്ട് ഇൻപുട്ട് കോഡ് ഡിറ്റർമിൻസ് which input is transmitted to the output. ഓക്കെ, എന്ന് വെച്ചാൽ ഇനി വളരെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ്, മൾട്ടിപ്പിൾ സോഴ്സസിലുള്ള ഡേറ്റ നമുക്കൊരു സിംഗിൾ ഡെസ്റ്റിനേഷനിലേക്ക് കൊടുക്കണമെങ്കിൽ മക്സ് വേണം. മൾട്ടിപ്പിൾ ഇൻപുട്ടിലുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ സ്റ്റീരിയോ സിസ്റ്റം മേ ഹാവ് എ സ്വിച്ച് ദാറ്റ് സെലക്ട്സ് സ്റ്റീരിയോത്തിലേക്ക് മ്യൂസിക് ഫ്രം കാസറ്റ് ടേപ്പോ. ഇപ്പോൾ ഒരു നമ്മുടെ സ്റ്റീരിയോ സിസ്റ്റത്തിലേക്ക് നമുക്ക് പല ടൈപ്പ് ഇൻപുട്ട് കൊടുക്കാം. ടേപ്പിൽ നിന്ന് കൊടുക്കാം, CD നിന്ന് കൊടുക്കാം, റേഡിയോ ട്യൂണർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ TV ഓർ VCD ഇത് കൊടുക്കാം. അങ്ങനെ പലതും കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്വിച്ച് വെച്ചാൽ മതി. നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച്, MP3 പ്ലെയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് വേണോ, അത് മതി. അത് ഇങ്ങനെ ഒരു സെലക്ഷൻ കൊടുത്താൽ MP3 പ്ലെയറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ ഈ സിസ്റ്റത്തിൽ, സറൗണ്ട് സിസ്റ്റത്തിൽ കിട്ടുന്നത്. നമുക്ക് ലാപ്ടോപ്പിൽ നിന്നുള്ള ഔട്ട്പുട്ട് കേൾക്കണോ, അത് കണക്ഷൻ മാറ്റി കൊടുക്കണ്ട. കാരണം ഓൾറെഡി ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്റേണലി നമ്മുടെ ആ സ്വിച്ചിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇന്റേണൽ സെലക്ഷൻ മാറ്റി കൊടുത്താൽ മതി. ലാപ്ടോപ്പ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാറ്റലൈറ്റ് വരുന്ന സിഗ്നൽ TV അത് കൊടുക്കണോ, കേബിൾ TV നിന്ന് വരുന്ന കൊടുക്കണോ, അങ്ങനെ ഇപ്പോ മെനി സോഴ്സ് നിന്ന് മെനി ടു വൺ, ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ മക്സ്. മെനി ടു വൺ. ഓക്കെ, സോ വാട്ട് ഈസ് എ മക്സ്? Mux is a digital switch that has multiple inputs and a single output. Okay, multiple input. Remember this mux multiplexer. അതുപോലെ പല സാധനം മൾട്ടിപ്ലക്സ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ആക്കുന്ന പോലെ മൾട്ടിപ്പിൾ ഇൻപുട്സ് ആൻഡ് വൺ ഔട്ട്പുട്ട്. ഈ മൾട്ടിപ്പിൾ ഇൻപുട്ടിൽ ഏത്
ഇൻപുട്ട് ആണ് അറ്റ് എ ടൈം കണക്ട് ആവുന്നത് എന്നുള്ളത് സെലക്ട് ലൈൻസ് വെച്ച് ഡിറ്റർമിൻ ചെയ്യും. So different types of mux are there. 2 to 1. 2 to 1 means 2 input line and 1 output line. ഈ രണ്ട് ഇൻപുട്സിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ക്യാൻ ബി 0 or 1 അല്ലേ? അപ്പോൾ there is one select line. There can be 4 to 1 mux. Can have 4 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട നാല് ഇൻപുട്സ്. ഇതിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ദേ ഇത്രേ മതി. 00, 01, 10, 11 4 ഡിഫറെന്റ് അഡ്രസ്സസ് ആയി. അപ്പോൾ സെലക്ട് ലൈൻസ് രണ്ടെണ്ണം മതി. ഈ രണ്ട് സെലക്ട് ലൈൻസിന്റെ കോമ്പിനേഷൻസ് കൊണ്ട് നമുക്ക് ഈ 4 ഇൻപുട്ട് ഡേറ്റയെ അഡ്രസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് there is 4 to 1 mux. With 4 to 1 mux will have 2 select lines. 8 to 1 mux will have 2⁻³ ആണ് 8. അപ്പോൾ 3 ബിറ്റ്സ് വെച്ച് നമുക്ക് 8 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് അഡ്രസ് ഉണ്ടാക്കാം. അതുകൊണ്ട് 3 select lines. Okay. 16 to 1 mux, 4 select lines. Okay, 16 to 1 mux, 4 select lines. Okay, so mux എന്താണെന്ന് മനസ്സിലായോ? Select one input code, select one input to the output, and which input is to be selected is determined by the select input. അപ്പോൾ മക്സിന് എത്ര ഇൻപുട്സ്, എത്ര സെറ്റ് ഓഫ് ഇൻപുട്സ് ഉണ്ട്? ഡേറ്റ ഇൻപുട്സ് ഉണ്ട്. ആ ഡേറ്റ ഇൻപുട്സ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യാൻ സെലക്ട് ഇൻപുട്സ് ഉണ്ട്. പിന്നെ ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ, ദെൻ 2:1 മക്സ് എന്ന് വെച്ചാൽ 2 ഇൻപുട്സ് നിന്ന് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ്. 2:1 മക്സിന്റെ നോക്കൂ, 2:1 മക്സിന്റെ ട്രൂത്ത് ടേബിൾ ഇങ്ങനെ ഇരിക്കും. It will have only one select line which takes values either 0 or 1. 0 സെലക്ട് ചെയ്താൽ I0 എന്ന് വെച്ചാൽ ഡേറ്റ I0, ഇത് ഡേറ്റ ഇൻപുട്ട്. I0 എന്നുള്ള ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് പോകും. 1 സെലക്ട് ചെയ്താൽ I1 എന്നുള്ള ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് പോകും. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സർക്യൂട്ട് ഉണ്ടാക്കാം. കാരണം I1 ഒരു ആൻഡ് ഗേറ്റിൽ കൊടുത്തു. സെലക്ട് ഇൻപുട്ട് 1 ആയാൽ, ദറ്റ് ഈസ് 1 സെലക്ട് ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നത് എസിന്റെ വാല്യൂ 1 ആയാൽ എന്ത് പറ്റും? 1 ആവും. 1 ഇവിടെ ഒരു ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ടിൽ 1 കൊടുത്താൽ മറ്റേ ഇൻപുട്ടിൽ എന്താണോ അതാണ് ഔട്ട്പുട്ടിൽ വരിക അല്ലേ? സോ ദിസ് ആൻഡ് ഗേറ്റ് ഈസ് എനേബിൾഡ് ബൈ ഗിവിംഗ് 1 ഹിയർ. സോ I1 വിൽ ബി കമ്മിങ് ഹിയർ. ആ I1 ഈ ഓർ ഗേറ്റ് വഴി ഔട്ട്പുട്ടിലേക്ക് പോകും. ഇനി അതേ സമയത്ത് ഇവിടെ സെലക്ട് ഇൻപുട്ട് 1 ആണ്. സെലക്ട് ഇൻപുട്ട് 1 ആയതുകൊണ്ട് ഈ രണ്ടാമത്തെ ആൻഡ് ഗേറ്റിന്റെ ഈ ഇൻപുട്ടിൽ 0 വരും. അപ്പോൾ ആ ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ് ആവും. അപ്പോൾ I0 ഇങ്ങോട്ട് പാസ് ചെയ്യില്ല. ഇത് ആൻഡ് ഗേറ്റ് നമ്പർ 2 ഇസ് ഡിസേബിൾഡ്. സോ ആൻഡ് ഗേറ്റ് 1 ആണ്. എസിന്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ എനേബിൾഡ് ആവുന്നത്. സോ ആ ഡേറ്റ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. ഇനി സെലക്ട് ഇൻപുട്ടിന്റെ വാല്യൂ 0 ആയാൽ എന്ത് പറ്റും? 0 ആയാൽ സെലക്ട് ഇൻപുട്ടിന്റെ വാല്യൂ 0 ആയാൽ നോക്കൂ, 0 ആയാൽ സെലക്ട് ഇൻപുട്ട് 0 ആയാൽ ഫസ്റ്റ് ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ്. ബിക്കോസ് അതിന്റെ ഇവിടെ എന്ത് വരും? ഈ ഇൻപുട്ടിൽ 0 വരും. 0 വരുന്നതുകൊണ്ട് അത് ഡിസേബിൾഡ്. ഇവിടെ I1 പാസ് ചെയ്യില്ല. അതിന്റെ ഔട്ട്പുട്ട് ഓൾവേസ് 0 ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു നോട്ട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. സെക്കൻഡ് ആൻഡ് ഗേറ്റ് എനേബിൾഡ് ആവുകയും I0 ഓർ ഗേറ്റിലേക്ക് പാസ് ചെയ്തെത്തുകയും ചെയ്യും. സോ I0 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. So you take down this diagram. It's a 2 to 1 mux. You have to write the truth table. Then ഇതാണ് നമുക്ക് വേണ്ടത്. സോ ഇതനുസരിച്ച് നമ്മൾ ഡയഗ്രാം വരച്ചു. സോ ഇത് നമ്മൾ ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ എഴുതണം. എക്സ്പ്രഷൻ എഴുതിയിട്ട് വേണം ഡയഗ്രാം വരയ്ക്കാൻ. സോ ഇതിൽ നിന്ന് ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? Z is equal to I0 എന്ന് വെച്ചാൽ Z തന്നെ ഔട്ട്പുട്ട് എങ്ങനെ വരണം? ഔട്ട്പുട്ടിൽ വരുന്ന I0 S ബാർ എന്ന് വെച്ചാൽ എസ് ബാർ, എസ് 0 ആവുമ്പോ I0യും എസ് 1 ആവുമ്പോ I1 വരണം. സോ Z ഈക്വൽ ടു I0 S bar plus I1 S. So that is the expression for the output. ആ ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഡയഗ്രാം വരച്ചത്. സോ ഫ്രം ദ ട്രൂത്ത് ടേബിൾ ഇവിടെ ഇപ്പോൾ ഇസഡിന്റെ വാല്യൂ 1 0 അങ്ങനെയല്ല. ഇസഡ് എന്ന് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ വരണം? സെലക്ട് ലൈൻ 0 ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് ഷുഡ് ബി I0. സെലക്ട് ലൈൻ 1 ആയിരിക്കുമ്പോൾ
ഔട്ട്പുട്ട് I1 ആയിരിക്കണം. അതാണ് ഇവിടെ എഴുതിയത്. സെലക്ട് ലൈൻ 0 ആയിരിക്കുമ്പോൾ ഔട്ട്പുട്ട് I0 ആയിരിക്കണം. അപ്പോൾ ഈ ടേം ഇല്ല. സെലക്ട് ലൈൻ 1 ആവുമ്പോൾ ഔട്ട്പുട്ട് I1 ആയിരിക്കണം. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ. സോ ഈ എക്സ്പ്രഷൻ നമ്മൾ ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് എഴുതി, എന്നിട്ട് ഈ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ സർക്യൂട്ട് വരച്ചു. ഓക്കെ, ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ എന്നൊന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയൂ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. യെസ് അജീത്, താങ്ക് യു. ദെൻ ക്ലിയർ ആയോ? ഇനി ആർക്കെങ്കിലും ഒന്നും കൂടി? ആർക്കെങ്കിലും ഒന്നും കൂടി പറയണോ? വേണ്ടല്ലോ. പറയണമെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. Okay, okay. Now I'll continue. So, next is ആദ്യ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. എക്സ്പ്രഷൻ നിങ്ങൾ എഴുതുക, അതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ 4 ഇൻപുട്ട് മാർക്സ്, 2 ഇൻപുട്ട് മാർക്സിന്റെ 4 ഇൻപുട്ട് മാർക്സ്. 4 ഇൻപുട്ട് മാർക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നോക്കൂ, റൈറ്റ് സൈഡിൽ ഇതാണ് അതിന്റെ ഫങ്ഷണൽ ഡയഗ്രാം. 4:1 marks, 4 to 1 marks, 4 data lines and 1 output lines. And for selecting 4 data inputs, you have 2 select inputs. So the truth table is here. What is a truth table gives? Truth table gives you the complete function of the circuit. അപ്പോൾ ട്രൂത്ത് ടേബിൾ അനുസരിച്ച് എന്ത് വേണം? സെലക്ട് ഈ എ ബിയുടെ വാല്യൂ 0 ആവുമ്പോൾ ഔട്ട്പുട്ടില് D0 വരണം. 0:1 ആവുമ്പോൾ ഔട്ട്പുട്ടില് D1 വരണം. 1:0 ആവുമ്പോൾ ഔട്ട്പുട്ടില് D2 വരണം. 1:1 ആവുമ്പോൾ ഔട്ട്പുട്ടില് D3 വരണം. ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ, വൈയുടെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും? ഇത് നോക്കി നമ്മുടെ ലോജിക് വെച്ച് ഡയറക്റ്റ് വരച്ചതാണ് ഇത്. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? y is equal to a bar b bar d0 plus a b bar d1 plus a bar b d2 plus a b d3. Expression for y. ഞാൻ ഒന്നുകൂടെ പറയാം. എക്സ്പ്രഷൻ ഫോർ y ഈസ് ഈ കോമ്പിനേഷനിൽ D0 വരണം. അപ്പൊ a bar b bar D0 പ്ലസ് a b bar D1 പ്ലസ് a bar b D2 പ്ലസ് AB D3. So this is the expression, and when we are implementing it, നമുക്ക് ഇതെന്താണ്? സം ഓഫ് പ്രോഡക്ട്സിലാണ്. അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് കിട്ടാൻ ആൻഡ് ഗേറ്റ്സ് വേണം. ആൻഡ് ഗേറ്റ്സിൽ കണ്ടോ 3, കാരണം നമുക്ക് 2 സെലക്ട് ലൈൻസ് ഉണ്ട്, പിന്നെ ഒരു ഡേറ്റ ഇൻപുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാം 3 ഇൻപുട്ട് ആൻഡ് യൂസ് ചെയ്തത്. And to one of the inputs, we will connect the data lines directly, and the other 2 inputs select lines in the condition കൊടുക്കാൻ വേണ്ടി. അപ്പോൾ D0 വരുന്നത്, D0 ഔട്ട്പുട്ട് വരുന്നത് എപ്പോഴാണ്? സെലക്ട് ലൈൻസ് രണ്ടും 0:0 ആവുമ്പോൾ. അതുകൊണ്ട് ഇതാണ് സെലക്ട് ലൈൻസ്. സെലക്ട് ലൈൻസ് രണ്ടും നമ്മളിപ്പോൾ നോട്ട് 0:0 ആവുന്ന കണ്ടീഷനിൽ നമ്മൾ നോട്ട് വെച്ചു. അപ്പോൾ ഇവിടെ we'll get a bar b bar. ഫസ്റ്റ് D0 വരുന്ന കണ്ടീഷൻ എന്താ? a bar b bar D0 ആണ്. അപ്പോൾ ഈ a ബാറും b ബാറും ഇവിടെ കൊടുത്തു. അപ്പോൾ D0. അല്ലെങ്കിൽ നോക്കൂ, ഇവിടെ 0:0 വരുമ്പോൾ ഈ ആൻഡ് ഗേറ്റ് മാത്രം എനേബിൾഡ് ആവും, ബാക്കി എല്ലാം ഡിസേബിൾഡ് ആവും. ഇത് എനേബിൾഡ് ആവുമ്പോൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ ലൈൻ ഔട്ട്പുട്ടിലേക്ക് പോകും. ഇനി അടുത്ത കണ്ടീഷനായ 0:1.
01 വരുമ്പോൾ നോക്കൂ, 01 വരുമ്പോൾ ഇവിടെ 1 വരുന്നുണ്ട്, എ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം 0 ആയി പോവും. അപ്പൊ 01 വരുമ്പോൾ നോക്കൂ, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ബി എന്ന് പറയുന്നത് ബി ലൈൻ 0, ബി നോട്ട് ചെയ്താണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, എ ആണെങ്കിൽ ഡയറക്റ്റ്. സോ 01 വരുമ്പോൾ ഈ ഗേറ്റ് D1 കണക്ട് ചെയ്തിരിക്കുന്ന ആൻഡ് ഗേറ്റ് മാത്രം എനേബിൾഡ് ആകും, ബാക്കി 3 ആൻഡ് ഗേറ്റും ഡിസേബിൾഡ് ആകും. അപ്പോൾ D1 മാത്രം ഔട്ട്പുട്ടിലേക്ക് പോകും. ഇനി 1-0 കണ്ടീഷൻ. 1-0 വരുമ്പോൾ എന്ത് പറ്റും? 1-0 വരുമ്പോൾ ഈ ആൻഡ് ഗേറ്റ് മാത്രം, കാരണം ഇവിടെ 1 ഇവിടെ 0 ആണ്, 1-0ക്ക് അല്ല സോറി B1 A0, B1 A0 ആവുമ്പോൾ A0 ആണ്, അതുകൊണ്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഇതും പിന്നെ B1 ഇതും ഈ ആൻഡ് ഗേറ്റ് മാത്രം എനേബിൾഡ് ആകും, ബാക്കി 3 എണ്ണവും ഡിസേബിൾഡ്. സോ D2 ഔട്ട്പുട്ടിലേക്ക് പോകും. പിന്നെ 1-1 ആവുമ്പോൾ നോക്കൂ, 1-1 ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഇതിലാണ്, അപ്പോൾ ഇത് ഈ ആൻഡ് ഗേറ്റ് മാത്രം എനേബിൾഡ് ആകും, അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ ലൈൻ മാത്രം ഔട്ട്പുട്ടിലേക്ക് പോകും. സോ ദിസ് ഇസ് എ 4-1 mux. അപ്പോൾ 4-1 മക്സിന്റെ ദിസ് ഇസ് ദ ലോജിക് സിംബൽ, this is the truth table and this is the circuit diagram. അപ്പോൾ ഇത് മൂന്നും വരച്ചെടുക്കൂ. Okay, then I'll go for ഇതും എക്സ്പ്ലനേഷൻ ആണ് ഇതിൻ്റെ തന്നെ. എന്ന് വെച്ചാൽ സപ്പോസ് ഈ ഡേറ്റ ലൈൻസ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ ഇൻപുട്ടിൽ വരുന്ന ഡേറ്റ വേറെ ഏതോ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റ, ദിസ് ക്യാൻ ബി ബൈനറി, ഇത് ബൈനറി ഡേറ്റ തന്നെ ആയിരിക്കും, അതൊരു മ്യൂസിക് ആവാം, അല്ലെങ്കിൽ വേറെ പിക്ചർ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ആവാം, എന്തെങ്കിലും ആവാം, പക്ഷെ ബൈനറി ഫോം എന്ന് വെച്ചാൽ 0ഉം 1ഉം മാത്രമേ വാല്യൂ എടുക്കാൻ പറ്റൂ. അപ്പൊ D0 ഇങ്ങനെ ഒരു വേവ് ഫോം വരുന്നു, D1 വരുന്ന ഒരു ഡിഫറെന്റ് വേവ് ഫോം, D2 വരുന്നത് വേറൊരു വേവ് ഫോം, D3 ഇങ്ങനെ ഒരു വേവ് ഫോം. അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ, നമുക്ക് കിട്ടുന്ന ഡേറ്റ ഇതാണെങ്കിൽ, ഇനി നമ്മുടെ സെലക്ട് ലൈൻസ് അനുസരിച്ച്, സെലക്ട് ലൈൻസിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് എങ്ങനെ ഔട്ട്പുട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ സെലക്ട് ലൈൻസിൽ ഇത് AB, സെലക്ട് ലൈൻസിൽ നോക്കൂ, അപ്പൊ ഇവിടെ 0-0 വന്നുകൊണ്ട് ആ ടൈമിൽ ഔട്ട്പുട്ടില് D0 ഇതെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻപുട്സ് കൊടുത്തു വെച്ചിരിക്കുകയാണെങ്കിലും D0 എന്ത് വന്നു അത് മാത്രമേ ഔട്ട്പുട്ടിൽ വരുള്ളൂ, കാരണം സെലക്ട് ലൈൻസ് 0-0 ആണ് ഇവിടെ. സെലക്ട് ലൈൻ 0-0 ആകുമ്പോൾ D0 എന്ത് വന്നു അതാണ് ഔട്ട്പുട്ടിൽ, D0 ഇവിടെ ഇപ്പോൾ 0 ആണ്. ഇനി സെലക്ട് ലൈൻസ് 0-1 ആയി, 0-1 ആകുമ്പോൾ D1 ആ സമയത്ത് എന്താണോ പ്രസന്റ് ആയിരിക്കുന്നത് അതാണ് ഔട്ട്പുട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ അതാവുന്ന 0-1 ആയ സമയത്ത് D1 പ്രസന്റ് ആയിരിക്കുന്നത് ഒരു ലോജിക് ഹൈ ആണ്, അല്ലെങ്കിൽ ഹൈ വാല്യൂ ലോജിക് 1. സോ അതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയി. ഇനി ഇവിടെ അടുത്ത ഇൻസ്റ്റന്റില് ഇത് ക്ലോക്ക് സിഗ്നൽ പോലെ കാണും, അടുത്ത ഇൻസ്റ്റന്റില് 1-0 ആയി. 1-0 ആകുമ്പോഴേക്കും സെലക്ഷൻ അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് സ്വിച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെക്കുക. അപ്പൊ ആ സ്വിച്ച് D2 പൊസിഷനിലേക്ക് മാറി, D2 പൊസിഷനിലേക്ക് മാറുമ്പോൾ D2 അപ്പോൾ ആ സമയത്ത് ഒരു ലോജിക് 1 ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് ലോജിക് 1 ആയി. ഇനി വീണ്ടും ഇവിടെ സെലക്ട് ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി 0-4, 0-0, 0-1, 1-0, 1-1 അങ്ങനെ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1-1 വരുമ്പോൾ D3 സ്വിച്ച്, റൊട്ടേറ്റിംഗ് സ്വിച്ച് D3 എത്തും. അപ്പൊ D3 വാല്യൂ 0 ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് 0 ആയി. വീണ്ടും സെലക്ട് ലൈൻസ് നോക്കൂ, 0-0 പോയി, അപ്പൊ D0 വന്നു, 0-1 പോയി, അപ്പൊ D1 വന്നു, 1-0 പോയി, അപ്പൊ D2 വന്നു. ഇങ്ങനെ ഇതിപ്പോ
എന്താണ് സൈക്ലിക്കലി എല്ലാത്തിലേക്കും മാറി മാറിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ഔട്ട്പുട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇങ്ങനെ ഒരു വേവ് ഫോം അല്ല. നമ്മൾ സ്വിച്ച് വെച്ച് വാല്യൂ 0 1 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോ എത്ര നേരം നമ്മൾ കൊടുത്തോണ്ടിരുന്നോ അത്രയും നേരം സെലക്ട് ലൈൻസിൽ അത്രയും നേരം അതിന് കറസ്പോണ്ടിങ് ഇൻപുട്ട് ഡേറ്റ ലൈൻ ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഡയഗ്രാം മീൻസ് ഇത് ഓർത്താൽ മതി. ഇതൊരു റൊട്ടേറ്റിംഗ് സ്വിച്ച് പോലെ ഈ സ്വിച്ചിന്റെ പൊസിഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഇതാണ്. അപ്പൊ എത്ര നേരം ഈ സെലക്ട് ഇൻപുട്സിൽ ഇങ്ങോട്ടുള്ള കണക്ഷന്റെ കൺട്രോൾ കൊടുത്തോണ്ടിരിക്കുന്നു അത്രയും നേരം ഇത് കണക്ട് ആയിരിക്കും. പിന്നെ ഇവിടെ കൺട്രോൾ നമ്മൾ മാറ്റി കൊടുക്കുമ്പോഴാണ് അത് എവിടെയെങ്കിലും പോകുന്നത്. ഇതേ ഓർഡറിൽ തന്നെ ആവണം എന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ സെലക്ട് ഇൻപുട്സിൽ നമുക്ക് 0 0 കഴിഞ്ഞിട്ട് നമുക്ക് 1 1 കൊടുക്കണമെങ്കിൽ 1 1 കൊടുക്കാം. അപ്പൊ നേരെ ആ സ്വിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും. അത്ര ഉള്ളൂ. അതെല്ലാം ഇങ്ങനെ ടിക് 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 ഇങ്ങനെ ഇതുവഴിയൊക്കെ തട്ടി തട്ടി വരുന്ന പോലെയല്ല. നിങ്ങൾ ഡയഗ്രാം കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇത് കൊടുക്കുന്ന അനുസരിച്ച് കറസ്പോണ്ടിങ് ഇതെല്ലാം ഇങ്ങനെ പാരലലി ആണ്. കറസ്പോണ്ടിങ് ഗേറ്റ് ആണ് എനേബിൾഡ് ആവുന്നത്. സോ ആ ഗേറ്റ് എനേബിൾഡ് ആവുന്ന ആ സെക്കൻഡ് ഇങ്ങനെ പാരലൽ സ്വിച്ചസ് ഉണ്ട്. ആ എനേബിൾഡ് ആകുന്ന നിമിഷം അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് പോകും. അങ്ങനെ. ഓക്കെ. സോ ദിസ് ഇസ് എ 4 to 1 മാർക്സ്. ഓക്കെ. ഇനി ഇതാണ് ലോജിക് സിമ്പിൾ ഓഫ് ഇതിപ്പോ 1 of 4 ഡേറ്റ സെലക്ടർ. ഇത് വേറൊരു മെത്തേഡ് 4 to 1 തന്നെയാണ്. നോക്കൂ 4 to 1 ഇവിടെ 1 of 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വേറൊരു തരം റെപ്രസെന്റേഷൻ. അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിട്ടതാണ്. എന്ന് വെച്ചാൽ 4 എണ്ണത്തിൽ നിന്ന് 1 ഔട്ട്പുട്ടിലേക്ക്. ഓക്കെ. അതുപോലെ സോ ദിസ് ഇസ് ദ ലോജിക് സിമ്പിൾ. എന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ നമുക്കറിയാം 4 to 1 മാർക്സിൽ എന്തൊക്കെയുണ്ട്. ഡേറ്റ ഇൻപുട്ട് 0 1 2 3 4 ഡേറ്റ ഇൻപുട്ട്സ്, 2 സെലക്ട് ലൈൻസ്, 1 ഒരു ഡേറ്റ ഔട്ട്പുട്ട്. ഓക്കെ. അപ്പോൾ what is the function of select lines in a mux? What is the function of select lines in a mux? Answer. What is the function of select lines in a mux? Akshay Stephen, what is the function of select lines in a mux? ചോദിക്കേണ്ട താമസം അദ്വൈത് മധുസൂദനൻ ചാടിപ്പോയ. What is the function of select lines in a mux? Nafa ഇല്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. നഫ. What is the function of select lines in a mux? ഇപ്പൊ നഫയും പോയി. നല്ല കാര്യം. ഇനി അറ്റൻഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കണ്ട. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചാടിപ്പോന്നതാണ് രീതി. അത് എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ ഓക്കെ അഭിഷേക്, ഇറ്റ്സ് കറക്റ്റ്. സെലക്ട് ലൈൻസ് ഡിറ്റർമിൻസ് വിച്ച് ഇൻപുട്ട് ടു ബി കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട്. ഈ ഒരു ചെറിയ കാര്യം പറയാൻ നിൽക്കുന്നതിന് വരെ അറ്റൻഡൻസ് അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് മൈക്ക് ഓഫ് അല്ല ലീവ് ചെയ്യുക. എനിക്കൊന്നും പറയാനില്ല. എന്തൊരു ആറ്റിറ്റ്യൂഡ്. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചോദിക്കുമ്പോഴത്തേക്ക് അത് വിട്ട് ഓടിപ്പോവുക എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ്. ഓക്കെ, നമുക്ക് അറ്റൻഡൻസ് എടുത്താലോ? പറയൂ. അറ്റൻഡൻസ് ഇതിൽ അഭിഷേക്. ഓക്കെ അഭിഷേക്. 1 3 ഇല്ലേ? അദ്വൈത് പോയ? 3 ഇല്ല, പോയി. 4. ഓക്കെ. 5. പറഞ്ഞോ. 7 ഇപ്പൊ ഉണ്ടാ? നേരത്തെ ഞാൻ വിളിച്ചപ്പോ കണ്ടില്ലല്ലോ. 8.
ഉണ്ടായിരുന്നു എന്താ ആൻസർ ചെയ്യാത്തെ? 8 9 9 ഇല്ലേ? 9 ആൻവിൻ ഇല്ല. 10 7 അരീബ് ഇല്ല. 12 ഇല്ല. 13 ഇല്ലേ? അർജുൻ ഇല്ല. 15 15 16 17 പറഞ്ഞോ. 18 ബേസിൽ ഇല്ലേ? ബേസിൽ 18 ആ 19 19 ഓക്കെ. 18 20 ഓക്കെ. 21 21 22 22 യെസ്. 23 23 24 25 26 27 28 28 29 ഇല്ല. 30 30 31 32 33 33 34 35 36 യെസ്. 37 37 37 യെസ്. 39 ആ 40 ഓക്കെ. 41 42 42 43 ശ്രുതി പറഞ്ഞ കേട്ടില്ല. ഓക്കെ. 44 44 ആ 45 വിശാൽ ജെയിംസ് ഇല്ല. വിഷ്ണു ആദ്യം കണ്ടു പിന്നെ പോയോ? ബൃന്ദ 47 ബൃന്ദ 47 ഓക്കെ. ആർദ്ര 48 ഓക്കെ 48 ഓക്കെ ഓക്കെ. ആ അപ്പോ ഇനി എനിക്കൊരു 4 പേരെയും കൂടെ കിട്ടണം എന്ന് പറഞ്ഞില്ലേ? തീരുമാനിച്ചോ? തീരുമാനിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഏത് ഗ്രൂപ്പാ? ഹലോ, തീരുമാനിച്ചില്ല. അപ്പൊ ഞാൻ അസൈൻ ചെയ്യട്ടെ? കാരണം നിങ്ങളുടെ ഓപ്ഷൻ ചോദിച്ചില്ല എന്ന് വേണ്ട. എന്തായാലും എല്ലാവർക്കും ഒരു പ്രസന്റ്. ഓക്കെ ആൻവിൻ 13 നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. 13 അപ്പൊ തീരുമാനിച്ചില്ല. ആരെങ്കിലും പറയണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഇനി 2 ഗ്രൂപ്പും കൂടെ, അല്ലെങ്കിൽ ഞാൻ അസൈൻ ചെയ്യും. എല്ലാവർക്കും എന്തായാലും പ്രസന്റ് ചെയ്യണം. Start from last. സിദ്ധാർത്ഥ് 42. സിദ്ധാർത്ഥ് ഇല്ലേ? മിസ് സിദ്ധാർത്ഥിന്റെ കൂടെ ആരെ വേണം എന്ന് പറ. എന്റെ കൂടെയാ 42 BCD ആഡർ സിദ്ധാർത്ഥും വേറൊരാളും കൂടി, രണ്ടുപേരും കൂടെ കമ്പൈൻഡ് ആയിട്ട് സ്ലൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്താൽ മതി. ആര് വേണം? അങ്ങനെയൊന്നുമില്ല, ആരായാലും പ്രശ്നമില്ല. ഓക്കെ ഓക്കെ സിദ്ധാർത്ഥ്. അപ്പൊ ഞാൻ പറയാം, സിദ്ധാർത്ഥിന്റെ കൂടെ വേറെ ആരെങ്കിലും സിദ്ധാർത്ഥിന്റെ കൂടെ പ്രസന്റ് ചെയ്യാൻ വില്ലിങ് ആണോ? അല്ലെങ്കിൽ അത് ഞാൻ അസൈൻ ചെയ്യാം? ആരെങ്കിലും ഉണ്ടോ? ന്റെ കൂടെ 32 ആരാ?
32. നീതു? ഓ, നീതു ഇന്ന് ഇല്ല അല്ലേ? 22. ഇന്ന് 22 ഫർസീനക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ കൂടിയിട്ട് പ്രസന്റ് ചെയ്യാമോ? 22. ഞാൻ റോൾ നമ്പർ വൈസ് അങ്ങ് പറയുന്നേ ഉള്ളൂ. ഫർസീന? ഓക്കെ ഓക്കെ. അപ്പോ 22ഉം 42ഉം കൂടെ BCD ആഡർ കേട്ടാ. BCD ആഡർ എന്ന ടോപ്പിക്ക്. ഓക്കെ, 9% ആണ്. അത് പറയാനായിട്ടാണ് വന്നത്. ആൻവിൻ, ഞാൻ വിളിക്കുമ്പോ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ പ്രസന്റ് ആയി? ഓക്കെ, ആൻവിൻ 9% ആണെങ്കിലേ ലോഗിൻ ചെയ്തിട്ടില്ലേ? ആ, ആൻവിൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഇത് കട്ടായി പോയാ? ഓക്കെ, ആൻവിൻ ഒരു കാര്യം പറയൂ. ഈ നമ്മളിപ്പോ എടുത്തോണ്ടിരുന്ന ടോപ്പിക് ഏതായിരുന്നു? ഒന്ന് ടൈപ്പ് ചെയ്തേ. ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്ന ടോപ്പിക് ഏതാണ്? മൈക്ക് ഓൺ ചെയ്ത് പറ. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യ്. ഉണ്ട് എന്നാ പറ, എടുത്തോണ്ടിരുന്ന ടോപ്പിക് ഏതാന്ന് മെസ്സേജ് ചെയ്യ്. നേരെ കേൾക്കണില്ലേ? പിന്നിപ്പൊ ക്ലാസ്സിൽ കയറിയിട്ട് എന്താ കാര്യം? ഓക്കെ, ഇനി സീരിയൽ ആൻഡ് പാരലൽ ആഡർ അതെടുക്കാൻ മോഹൻ എപ്പോഴും ഓടിപ്പോകലുണ്ട്. ശ്രുതി 44. ശ്രുതി ശ്രുതിക്ക് എടുക്കാമോ സീരിയൽ ആൻഡ് പാരലൽ ആഡർ? ഓക്കെ, ശ്രുതിയുടെ കൂടെ ആര് വേണം? സജഷൻ ഉണ്ടെങ്കിൽ പറയാ, അല്ലെങ്കിൽ ഞാൻ അലോട്ട് ചെയ്യാം. മിസ് പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് 44 ആണെങ്കിൽ 34 അങ്ങനെ നോക്കുന്നേ ഉള്ളൂ. റാഷിദ് ഉണ്ടോ? റാഷിദ് ശ്രുതിയുടെ കൂടെ പ്രസന്റ് ചെയ്യാമോ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ സീരിയൽ ആൻഡ് പാരലൽ ആഡർ കേട്ടോ. ഓക്കെ, ഒരു ദിവസത്തെ ഇടവേള ഉണ്ടല്ലോ, ഫ്രൈഡേ മാക്സിമം, അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ. ഏത് വേണം? നെക്സ്റ്റ് മൺഡേ എന്ന് പറയല്ലേ? ഓക്കെ, നെക്സ്റ്റ് മൺഡേ. അപ്പോ ഈ 4 ഗ്രൂപ്പുകാരും നെക്സ്റ്റ് മൺഡേ. ഓക്കെ 4 ഗ്രൂപ്പുകാരും നെക്സ്റ്റ് മൺഡേ പ്രസന്റ് ചെയ്താൽ മതി. വളരെ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് അത്രയൊക്കെ വരുള്ളൂ. നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്ക് സ്ലൈഡ്സ്. രണ്ടുപേരെ ഗ്രൂപ്പിലിട്ട് ഞാൻ അതുകൊണ്ടാണ്, ഒരാളാകുമ്പോ ഓടിപ്പോണ്ട. ഓക്കെ, മൺഡേ ഷാമിൽ എല്ലാവരും 4 ഗ്രൂപ്പുകാരും ഹാഫ് ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, BCD ആഡർ എല്ലാവരും നെക്സ്റ്റ് മൺഡേ പ്രസന്റ് ചെയ്യും. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് തിരിച്ചു പോവാം. നമ്മുടെ ടോപ്പിക്കിലേക്ക്. മക്സ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായോ മക്സ്? ഇപ്പൊ 4:1 മക്സ് വരെ നമ്മൾ പറഞ്ഞു. ഇനി 8:1 ലേക്ക് പോവാണ്. 4:1 മനസ്സിലായോ? ഓക്കെ എങ്കിൽ ഓക്കെ എന്നൊരു മെസ്സേജ് എങ്കിലും ഇട്, എന്നിട്ടല്ലേ എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റൂ. മറ്റേ ശരിക്കും ഒരു ന്യൂസ് റീഡിംഗ് പോലെ ആയി പോകുന്നത്, നിങ്ങൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നാൽ. അതിൽ ഓക്കെ താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. സോ ഇതാണ് 4:1. ഇനി വേറൊരു ഇൻപുട്ടിനെ കുറിച്ച്. നമ്മളിപ്പോ സെലക്ട് ഇൻപുട്സ് പറഞ്ഞു, ഡേറ്റ ഇൻപുട്സ് പറഞ്ഞു, ഔട്ട്പുട്ട് പറഞ്ഞു. ഇനി മക്സില് ഒരു മാസ്റ്റർ കൺട്രോൾ എന്ന് പറയുന്ന പോലെ വേറൊരു ഇൻപുട്ട് ഉണ്ട്, സ്ട്രോബ് എന്ന് വെച്ചാൽ ഒരു സ്ട്രോബ് ആണ് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി. ആ സ്ട്രോബ് ആണ് ആ കംപ്ലീറ്റ് മക്സ് സാധാരണ ചിപ്പായിട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് അറിയാലോ സർ, ഇങ്ങനെ നമ്മൾ ഗേറ്റ് ലെവലിൽ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നെങ്കിലും ചിപ്പായിട്ട് മൾട്ടിപ്ലക്സേഴ്സ് കിട്ടും, കാരണം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു മാസ്റ്റർ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനമാണ് സ്ട്രോബ്. അപ്പൊ സ്ട്രോബ് വിചാരിച്ചാൽ കംപ്ലീറ്റ് ചിപ്പിനെയും എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും. അപ്പൊ സ്ട്രോബ് എനേബിൾ ചെയ്താലേ സെലക്ട് ഇൻപുട്സ് അനുസരിച്ച് ഒരു ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകും. അപ്പൊ മൾട്ടിപ്ലക്സറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് വൺ ഓഫ് ദ ഡേറ്റ ഇൻപുട്സ് ടു ദ ഔട്ട്പുട്ട്. ആ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ സ്ട്രോബ് പെർമിറ്റ് ചെയ്യണം എന്ന് പറയുന്നല്ലോ. സ്ട്രോബിന്റെ പൊസിഷൻ ഹൈ ആണെങ്കിൽ, ഇതിപ്പോ ഒരു സ്റ്റാൻഡേർഡ് ചിപ്പിന്റെ എന്താണ് ഡേറ്റ ടേബിൾ ആണ്.
അപ്പൊ സ്ട്രോബ് ഇവിടെ കണ്ടോ ജി ബാർ എന്നാ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എൻ ആക്റ്റീവ് ലോ സ്ട്രോബ് എന്ന് വെച്ചാൽ അതിന്റെ ലോജിക് ഫംഗ്ഷൻ 0 ആവുമ്പോൾ ആണ് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ലൈൻ. ദിസ് ഇസ് എ ട്രൂത്ത് ടേബിൾ ഓഫ് ഫംഗ്ഷൻ ടേബിൾ ഓഫ് ദാറ്റ് മക്സ്. സോ സ്ട്രോബ് ഹൈ ആയാൽ എന്ന് വെച്ചാൽ സ്ട്രോബ് ചിപ്പിനെ മുഴുവൻ ഡിസേബിൾ ചെയ്താൽ S1 സെലക്ട് ലൈൻസ് എന്ത് തന്നെ ആയാലും ഒരു ഡേറ്റയും ഔട്ട്പുട്ടിലേക്ക് എത്താൻ പോകുന്നില്ല. അതാണ് Z എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ്. സോ നത്തിങ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് വെൻ സ്ട്രോബ് ഇസ് ഹൈ. വെൻ സ്ട്രോബ് ഇസ് ലോ, depending on the data select lines, that data will be coming to the output. കാരണം സ്ട്രോബ് ലോ ആവുമ്പോൾ രണ്ടും ലോ. അപ്പോ 0 ആവുമ്പോൾ C0 ആണ്, C0 ആണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അപ്പൊ C0 ആവുമ്പോൾ ഇവിടെ ലോ ആണ്. അപ്പൊ ബാക്കി ഡേറ്റ എന്ത് തന്നെ ആയാലും C0യിലുള്ള ഡേറ്റ ആണ് ഔട്ട്പുട്ടിലേക്ക് എത്തുക. ഇനി ഇത് തന്നെ വീണ്ടും 0 ആയാൽ നമ്മുടെ ഡേറ്റ ഇൻപുട്ട് C0 ഹൈയിലേക്ക് പോയാൽ ഔട്ട്പുട്ട് ഹൈ ആവും. ഇനി നോക്കൂ 10 ആയാൽ എന്താണ് C1 ആണ് കണക്ട് ചെയ്യേണ്ടത്. 10 ആവുമ്പോൾ C1 ലോ ആണെങ്കിൽ ആ C1 ഔട്ട്പുട്ട് വരും. അപ്പൊ 10 ആവുമ്പോൾ C1 ഹൈ ആയാൽ ആ ഹൈ ഔട്ട്പുട്ട് വരും. നോക്കൂ ഇപ്പൊ ഇത് സെലക്ട് ലൈൻസ് അനുസരിച്ച് ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തണമെങ്കിൽ സ്ട്രോബിന്റെ കണ്ടീഷൻ ഇവിടെ ലോ ആയിരിക്കണം. അതുകൊണ്ടാണ് ആക്റ്റീവ് ലോ സ്ട്രോബ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ G ബാർ എന്ന് ഇട്ടിരിക്കുന്നത്. സോ ദിസ് ടേബിൾ എക്സ്പ്ലൈൻസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മൾട്ടിപ്ലക്സർ. സോ മൾട്ടിപ്ലക്സറിന് സെലക്റ്റും ഡേറ്റ ഇൻപുട്സിനും പുറമെ സ്ട്രോബ് എന്നൊരു മാസ്റ്റർ കൺട്രോൾ ഇൻപുട്ടും കൂടി ഉണ്ട്. സ്ട്രോബ് ആക്ടിവേറ്റ് ആയാൽ മാത്രമേ സെലക്ട് ലൈൻസ് അനുസരിച്ച് ഓരോ ഇൻപുട്ടും ഔട്ട്പുട്ടിലേക്ക് എത്തും. ഇവിടെ ഇപ്പോൾ ഇത്രയും ലൈൻസ് ഉള്ളത് C2 എന്ന് വെച്ചാൽ ഒരു സെലക്ട് ലൈൻ. ഇപ്പൊ ഒരു സെലക്ട് ലൈൻ അനുസരിച്ച് ഒരു ഡേറ്റ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ആയാൽ ആ ഡേറ്റ ഇൻപുട്ടിൽ ലോ വന്നാലും ഹൈ വന്നാലും അത് ഔട്ട്പുട്ടിലേക്ക് വരും. ഈ XX ഇട്ടിരിക്കുന്നുണ്ടോ, നമ്മൾ പറഞ്ഞ ഡോൺ കെയർസ് എന്ന് വെച്ചാൽ ഒരു ഡേറ്റ ലൈൻ കണക്ട് ആയാൽ ഡേറ്റ ഇൻപുട്ട് കണക്ട് ആയാൽ ബാക്കി ഡേറ്റ ഇൻപുട്ടിൽ എന്താണെന്നുള്ളത് വിഷയമേ അല്ല. കാരണം ഈ ലൈൻ മാത്രമാണ് കണക്ട് ആയിരുന്നത്. അതുകൊണ്ട് ഇവിടെ വാട്ട് എവർ മേ ബി ദ ഡേറ്റ, the output will be low. So ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ don't care. We are not bothered about the other data inputs when this data input is connected to the output. Okay. So അതിനാണ് ഇപ്പൊ ഹൈ ആവുമ്പോൾ എന്ന് വെച്ചാൽ 2 1 1. ഇത് ഇപ്പൊ നമ്മൾ ലോജിക് ലെവൽസ് കാണിക്കാൻ ഒന്നുകിൽ 1 zeros യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ ലോ. ഹൈ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട്സ് ടു 1 ആൻഡ് ലോ എന്ന് കറസ്പോണ്ട്സ് ടു 0. അപ്പൊ ഇവിടെ 1 1 ആയാൽ C3 ആണ് സെലക്ട് ചെയ്യുക. C3 എന്ന് പറഞ്ഞാൽ ഡേറ്റ ലൈൻ 3, D3 എന്നും പറയാം. ഡേറ്റ പല നൊട്ടേഷൻസ് എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ലോ വന്നാൽ ഔട്ട്പുട്ട് ലോ ആവും, അവിടെ ഹൈ വന്നാൽ ഔട്ട്പുട്ട് ഹൈ ആവും. So this is the logic symbol of diagram of a 1 4 data selector. Okay, then this is also another same thing. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡേറ്റ ലൈൻസിന്റെ വേറൊരു വേർഷൻ അത്രേ ഉള്ളൂ. Then this is a multiplexer IC. When you are doing your lab in LCD, you will be using the multiplexer. So 157 എന്ന് പറയുന്ന quad 2 input multiplexer. MSI quad 2 input multiplexer എന്ന് വെച്ചാൽ 4 2 input multiplexer ഉള്ള ഒരു ചിപ്പാണ് 14157. ഈ 74157 ഇതാണ് ചിപ്പിന്റെ നമ്പർ. അത് നമ്മൾ IC സീരീസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലോജിക് ഫാമിലീസ് പഠിക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കും. 74157 എന്ന് പറഞ്ഞാൽ ആ നമ്പർ കേട്ടാൽ തന്നെ അല്ലെങ്കിൽ നമ്പർ തന്നെ അറിയാം അതൊരു മക്സ് ആണ്. അതൊക്കെ എന്താണ് ബൈ യൂസ് അല്ലെങ്കിൽ അതിന്റെ നൊട്ടേഷൻസ് വെച്ച് നമുക്കറിയാം. ഇത് ക്വാഡ് 2 ഇൻപുട്ട് മൾട്ടിപ്ലക്സർ എന്ന് വെച്ചാൽ ക്വാഡ് എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഈ ചിപ്പിനുള്ളിൽ 4 2 ഇൻപുട്ട് ഉള്ള മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ട്. അപ്പൊ 2 ഇൻപുട്ട്. സോ ദിസ് ചിപ്പ് കണ്ടെയ്ൻസ് 4 number of 4 2 input multiplexers. So this is the 157. I think ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു കാരണം നിങ്ങൾ ലാബിൽ ഇത് പഠിക്കും. ഇനി മക്സിന്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ
ലോജിക് ഫംഗ്ഷൻ ജനറേഷൻ യൂസിങ് മക്സ് ആണ്. ഓക്കെ, ഇത് ടൈം കഴിഞ്ഞുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഇന്ന് തന്നെ ഈ PPT ഷെയർ ചെയ്യാം ഗൂഗിൾ ക്ലാസ് റൂമിൽ, ഒന്ന് നോക്കിക്കോളൂ. ഇത്രയും ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.